പിന്നെ ആക്ടിങ്ങിലേക്ക് വരാൻ എങ്ങനെയാണ് വന്നത്? ആക്ടിങ് ആക്ച്വലി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. VKP സാറാണ് എൻ്റെ ഷോ, ബാംഗ്ലൂർ ഷോ നടക്കായിരുന്നു ആ സമയത്ത്, തൈക്കൂടത്തിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ VKP സാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആ സമയത്ത് ഓൺ ദ റോക്സ് ആയിരുന്നു പടത്തിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ സിദ്ധു ചെയ്യണം. അപ്പോൾ VKP സാർ ഇത്ര വലിയൊരു ഡയറക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടം, അങ്ങനെയാണ് ഞാൻ കയറിയത്. പിന്നെ ചെയ്തപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഐ ലൈക്ക് ദ പ്രോസസ് ഓഫ് ഇറ്റ്. ലൈക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു സംഭവമാണല്ലോ സിനിമ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ആഗ്രഹമാണ് ലൈക്ക് ടു ഡു വൺ ഹിറ്റ് ഫിലിം, ഒരു നല്ലൊരു പടം ചെയ്യുക, ലീഡായിട്ട് ഒരു നല്ലൊരു സംഭവം ചെയ്യുക. അതാണ് എൻ്റെ ഇപ്പോൾ ആഗ്രഹം. വൺ ഓഫ് ദ ഡ്രീംസ് ആണ് അത്, ലൈക്ക് ടു ഡു വൺ നൈസ് ഫിലിം. ജാനേമലിനെ പറ്റി കാരണം കുറേ ഞാൻ പടം ആക്ച്വലി കുറേ ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ചെറുതൊക്കെ ചെയ്തിട്ടുണ്ട്. റോക്ക് സ്റ്റാർ കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞ കഥ എന്നൊരു പടത്തിലും ലീഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സോളോയില് ദുൽഖറിന്റെ കൂടെ ഫ്രണ്ടായിട്ട് ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ദുൽഖർ സൗബിനൊക്കെ ഞാൻ ഒരുമിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൂടെയില് അഞ്ജലി ചേച്ചിയുടെ പടത്തില് റോഷനും ദർശന ആ ഒരു ഇതിലുണ്ടായിരുന്നു. അങ്ങനെ കോളാമ്പി TK രാജീവ് കുമാർ സാറിന്റെ, അതിൽ നിത്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. രവിവർമ്മൻ സാറായിരുന്നു DOP അതിന്റെ. അപ്പോൾ അങ്ങനെ നല്ല നല്ല ടീംസിന്റെ കൂടെ എനിക്ക് ചെയ്യാം. ചിദംബരത്തിന്റെ ഫസ്റ്റ് പടം ജാനേമൻ, അവിടെ അതിലാണ് എന്നെ ആൾക്കാർ കുറച്ച് ശ്രദ്ധിച്ചതും ആൾക്കാർ പിന്നെ അതിലാണ് എന്നെ ഒരു സാധാരണ എന്നെ കാണുമ്പോൾ എല്ലാരും പറയുന്നത് ഇത് നമ്മുടെ സിദ്ധാർത്ഥ് മേനല്ലേ തൈക്കൂടത്തിന്റെ, അങ്ങനെ ആണല്ലോ എല്ലാരും അറിയുന്നത്. ജാനേമൻ കഴിഞ്ഞിട്ട് ദേവേ പീപ്പിൾ എന്താ പറയാ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇത് നമ്മുടെ നന്ദൻ വർമ്മയല്ലേ. സോ ദാറ്റ് വാസ് സംതിങ്, എന്താ പറയാ, എനിക്കൊരു വിജയമായിരുന്നു, ഒരു സ്മോൾ വിക്ടറി എന്ന് പറയില്ല. അപ്പോൾ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഓക്കെ. ഒരു ക്യാരക്ടറിന്റെ നെയിം പറഞ്ഞിട്ട് ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഐ മീൻ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ആസ് എൻ ആക്ടർ. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ജാനവനിലേക്ക് വരുമ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു വിഷസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് മൊത്തം. പിന്നെ അല്ല ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ അങ്ങനെ ആയിട്ടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിലും ഒരു കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്? എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കാരണം എന്താ പറയാ, ഇപ്പൊ എനിക്ക് കുറച്ച് വയസ്സുമായിട്ടുണ്ട് ആക്ച്വലി. പഴയ പോലെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല. എങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? സർപ്രൈസസ്. എന്റെ പ്രശ്നം എന്താ പറയുക, എനിക്ക് ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്റെ കുറിച്ച് ഐഡിയ. ഞാൻ ഈ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോകുമല്ലോ, ലൈക്ക് വേൾഡ് ടൂർ ചെയ്യും, നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോവും, US പോവും, ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അവിടുത്തെ ഒരു ബസ്സിൽ, അങ്ങനെ എന്താ പറയുക, അവിടുത്തെ വോൾവോ സംഭവം ഉണ്ടാവില്ല, അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യായിരുന്നു. ഫുൾ ടീം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരിക്കുന്ന സൈഡിലായിരുന്നു ഭയങ്കര ഒരു നല്ല സീനറി ഉള്ള ഒരു സംഭവം, ലൈക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും വന്നു അത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അത് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്ന് ആലോചിച്ച് ഞാൻ കുറെ നേരമായിട്ട്, കാരണം എനിക്ക് ഈ സർപ്രൈസ് പരിപാടി അല്ലെങ്കിൽ അതൊന്നും എനിക്ക് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതായിരിക്കും, എനിക്ക് അറിയില്ല. എക്സ്പ്രഷൻ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടാണ്. മേ ബി പാട്ടിൽ എനിക്ക് പറ്റും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ, എനിക്ക് കുറച്ചും കൂടി മോർ ദാൻ വേർഡ്സ് ഓർ മോർ ദാൻ എനിക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മോഡ് പാട്ടാണ്. അപ്പോ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ചോദിച്ച കാരണം അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് മൂമെന്റ് ചിലപ്പോ ഉണ്ടായിരിക്കും, പക്ഷെ അതെനിക്ക് അറിയില്ല, കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല ആ ഒരു സംഭവം. സോ എനിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനമ്മ, എന്റെ ഫാമിലി. ഇപ്പൊ ദിസ് ബർത്ത്ഡേ, എന്റെ ആക്ച്വലി ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞുള്ളൂ, July 1st എന്റെ ബർത്ത്ഡേ. അപ്പൊ ഇത് July 25th ആണോ? ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പോ അതന്നെ. അപ്പോൾ ഈ പ്രാവശ്യം ഫാമിലിയുടെ കൂടെ ആയിരുന്നു, വൈഫിന്റെ കൂടെയും അച്ഛനമ്മയുടെ കൂടെയും. സോ അത് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേസ് ആയിരുന്നു ആക്ച്വലി. കാരണം നോർമലി ഞാൻ ഷോയിലായിരിക്കും, എന്റെ വൈഫ് വേറെ എവിടെയെങ്കിലും. അപ്പൊ അങ്ങനെയാണ് ബർത്ത്ഡേസ് നോർമലി നടക്കുക, എന്റെ ബാൻഡിന്റെ കൂടെ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഓർമ്മയൊന്നുമില്ല. വൈഫിനെ പറ്റി ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് സിദ്ധാർത്ഥ് ഇവിടെ കേരളത്തിൽ മലയാളം അറിയുന്ന, അവിടെ പോയതിന് ശേഷം ഇങ്ങനെ ആയിട്ടൊരു ആളാണെന്ന. വൈഫ് മലയാളി അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ മലയാളം പഠിപ്പിച്ചോന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാനും മലയാളി അല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനും ഇപ്പോഴൊക്കെയാണ് ഞാൻ ഇങ്ങനെ
ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷെ കാരണം ഞങ്ങൾക്ക് മലയാളികൾക്ക് തോന്നിയിട്ടേ ഇല്ല മലയാളം അറിയില്ല അല്ല മലയാളി അല്ല എന്നുള്ള കാര്യം. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ മലയാളം സംസാരിക്കുമ്പോഴാണ് ഉം. കുറച്ചും കൂടി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് ഹിന്ദിയാ, ഓ അച്ഛനമ്മയുടെ കൂടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് കാരണമാണ്. പക്ഷെ ഒരു നല്ല സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചത് അതൊരു സൗത്ത് ഇന്ത്യൻ സ്കൂളായിരുന്നു. ഉം. അപ്പോൾ അവിടെ 8, 9, 10th എല്ലാം ഞങ്ങൾക്ക് ഹാഫ് മലയാളം ഹാഫ് ഹിന്ദി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഉണ്ടായിരുന്നു ഞാൻ മലയാളം പഠിക്കണം. അപ്പോൾ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം. എഴുതാനും വായിക്കാൻ അറിയാം. അറിയാം, ഓ അതെ. അതന്നെ വലിയ കാര്യം. അതെ, അതെനിക്കറിയാം. സംസാരം അത്ര ഇല്ല, കാരണം യൂസ് ടു ഹിന്ദിയാണ്. അപ്പോൾ എൻ്റെ തോട്ടൊക്കെ പോകുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെയാണ്. അതെ, ആയിരിക്കും. ആ. സോ സംസാരം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു 1 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഫ്ലുവൻസി കൂടുന്നുണ്ട്. കൂടുതലുണ്ട്. അപ്പം വൈഫ് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ഫ്രണ്ട്സ് ആയിരുന്നു, ഫ്രണ്ട്സ് ഗോട്ട് മാരീഡ് എന്നുള്ളത്. മലയാള പെണ്ണിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തില്ല? വൈഫിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ നോക്കിയിട്ടൊന്നല്ല ഞാൻ. ഇല്ല, ഒരു ഫ്രണ്ട് ഓക്കെ ആയിരുന്നു കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അതെ, ഐ മീൻ ഒബ്വിയസ്ലി യു ഹാവ് ടു ലവ് സംവൺ ടു ഗെറ്റ് മാരീഡ്. ആ ഒരു ഫ്രണ്ട് ആയ കാരണം എന്നെ കുറേ കൊല്ലങ്ങളായിട്ട് എന്നെ അറിയാം. അപ്പോൾ എൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ ഡേയ്സ് തൊട്ട് ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഡാൻസർ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മുംബൈ ടീമിൽ റെപ്രസെന്റ് ചെയ്താണ്. ഞങ്ങൾ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, സോണൽ ലെവലൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ എന്താ വാട്ട് ഐ ഫീൽ. ഈ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ 2015 ഇറങ്ങിയതെന്ന് തോന്നുന്നു. ആ ടൈമിൽ ആളുകളിലേക്ക് എത്താൻ കുറച്ച് പാടായിരുന്നു. എനിക്ക് തോന്നുന്നു VKP സാറിന്റെ സിനിമാസ് എല്ലാം കുറച്ച് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇന്നായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് വേറൊരു ഇമ്പാക്റ്റ് ആണ് കിട്ടുക. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ സിനിമ ഇപ്പൊ ഇറങ്ങി? ഡെഫിനറ്റ്ലി. അത് ഞങ്ങൾ ആക്ച്വലി റീസെന്റ് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തിരുന്നു. റോക്ക് സ്റ്റാർസിന്റെ ADയും ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ പറയായിരുന്നു we were kind of little before time. കാരണം ഇപ്പോഴാണ് എല്ലാവരും OTT, കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു എല്ലാവരും ഈ OTT പ്ലാറ്റ്ഫോമെല്ലാം കണ്ടിട്ട്, അപ്പോൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസിലെ പരിപാടികളെല്ലാം കണ്ടിട്ട് നൗ ദേ ആർ എന്താ പറയുക യൂസ് ടു സീ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ സംവെയർ, കാരണം ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് റോക്ക് സ്റ്റാർ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു. ഒരു നല്ലൊരു നല്ല കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ അത് മേ ബി ഇപ്പൊ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി OTT-ലൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടി ആയനത്. റീ-റിലീസ് ചെയ്യാനായിട്ട് താല്പര്യം ഐഡിയ ഒന്നുമില്ല. ഇല്ല, അങ്ങനെ സംസാരം VKP സാറിന്റെ അടുത്ത് പറയാം. അങ്ങനെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഷുവർ, ഡെഫിനറ്റ്ലി. അത് ഫസ്റ്റ് പടം, ലെറ്റ്സ് റീ-റിലീസ്. അത് ഫസ്റ്റ് പടം അല്ലേ? അപ്പൊ ആ സമയത്ത് കുറെ അതിന്റെ കൂടുതൽ അഭിനയം അറിയില്ല എന്നൊക്കെ ഉള്ള ഒരു കുറെ കമന്റ്സ്. അതെ, എനിക്ക് എല്ലാം ഇറ്റ് വാസ് ന്യൂ ടു മീ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇത് ഞാൻ എന്താ പറയാ വാട്ട് യു ആർ സേയിങ് അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പിന്നെയാണ് ഇപ്പോഴാണ് നമ്മൾ പടങ്ങൾ, എനിക്കൊരു സംഭവം മനസ്സിലായെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ചെയ്യുന്നു അത്ര നമ്മൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.